ഞങ്ങളൊക്കെ ഞാനൊരു പ്രേക്ഷകൻ എന്ന നിലയിലേക്ക് ഞാനൊക്കെ ആഗ്രഹം നിങ്ങൾ ഒരുമിച്ചൊരു സിനിമ വന്നു. അത് ഡയറക്ടർമാരൊക്കെ ചിന്തിക്കണം. ഡയറക്ടർ നല്ല ഒരു കഥയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത്തരമൊരു സിനിമ ഉണ്ടാകണമെന്ന് ചേച്ചിക്കും ആഗ്രഹമില്ലേ? ഞാനൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല ഹൈദർ. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഈശ്വരൻ എന്നിലേക്ക് വെച്ച് നീട്ടുന്ന എന്തിനേയും അത് സ്വീകരിച്ച് പോകുക എന്നുള്ളതിൽ കവിഞ്ഞ് ഇത് ഇങ്ങനൊരു സിനിമ അഭിനയിക്കാം, അങ്ങനൊരു ഡയറക്ടറുടെ സിനിമ അഭിനയിക്കാം, ഇങ്ങനൊരു നടൻ, ഇതൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എനിക്ക് ചിന്തിക്കാൻ പറ്റൂല എനിക്ക്. അതാണ് അതിൻ്റെ വാസ്തവം. പിന്നെ അഭിനയിക്കുന്ന സിനിമകൾ, ഇപ്പോൾ എന്നിലേക്ക് വരുന്ന സിനിമകൾ എന്തായാലും ഓരോ ദിവസവും ഷൂട്ടിങ്ങിന് പോകുമ്പോഴും അത് റിലീസാകുമ്പോഴും ഈശ്വര നന്നായി വരണേ. കാരണം അൾട്ടിമേറ്റായിട്ട് ചിന്തിക്കുമ്പം ഒരു സിനിമയുടെ നട്ടെല്ലും ഹീറോയും അതിൻ്റെ നിർമ്മാതാവാണ്. അയാൾക്ക് നഷ്ടം ഉണ്ടാകാതിരിക്കട്ടെ. ഒരുപാട് ലാഭം കിട്ടിയില്ലെങ്കിലും നഷ്ടം വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇനി ആരഭിനയിച്ചാലും ഇനി വരുന്ന ഏത് സിനിമയായാലും ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു സിനിമ വരാൻ കേട്ടോ. തീർച്ചയായും. അല്ല, അഭിനയിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ മമ്മൂട്ടിയോടൊത്ത ഒരു സിനിമ നിങ്ങൾ ആഗ്രഹിക്കുന്നു? ഉണ്ടുണ്ട്. അല്ലേ, ഈ മോഹൻലാലിന്റെ ഇപ്പൊ ഈ സിനിമ കണ്ടോ മമ്മൂക്കയുടെ കൂടെ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും. അല്ല, ലാലേട്ടറുമായിട്ടാണ് ഒത്തിരി സിനിമകൾ കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് എനിക്ക്. അതെ അതെ, ഞാൻ മമ്മൂക്കയുടെ കൂടെ ജോഡിയായിട്ട് അഭിനയിച്ച അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അതെ അതെ അതെ, കൂടിയാണ് ജോഡിയായിട്ട് അഭിനയിച്ചു പോയത്. അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സിനിമകൾ